മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിനന്യ തിരുമേനി, പ്രിയമുള്ള അച്ഛന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്കൊരു കഥ പറഞ്ഞ് ആരംഭിക്കാം. റാൾഫ് എന്ന പേരിലൊരു ചെറിയ ബാലൻ, 9 വയസ്സ് പ്രായം. റാൾഫിൻ്റെ കഥ ലോകത്തിൽ വളരെ പ്രസിദ്ധമാണ്. റാൾഫിന് 9 വയസ്സുണ്ടെങ്കിലും ബുദ്ധി വളർച്ചയിലൊരല്പം കുറവുള്ളതുകൊണ്ട് അവൻ ഇപ്പോഴും 2ാം ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത്. ഒരുപാട് മിടുക്കന്മാരുള്ള ലോകത്ത് റാൾഫ് പഠിപ്പിക്കുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു പാഠത്തെക്കുറിച്ച് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു തവണ അവരുടെ സ്കൂളിൽ ക്രിസ്മസ് കാലം എത്തിയപ്പോൾ ക്രിസ്മസിനൊരു നാടകം കളിക്കാൻ തീരുമാനിച്ചു. ടീച്ചർമാർ ആ നാടകത്തിന് അഭിനയിക്കാൻ വേണ്ട കുട്ടികളെല്ലാം തിരഞ്ഞെടുത്തു. അപ്പോൾ റാൾഫിനെയും അഭിനയിപ്പിക്കണമല്ലോ. മിടുക്കന്മാരായ കുട്ടികളൊക്കെ ജോസഫായിട്ട്, മറിയമായിട്ട്, പിന്നെ ക്രിസ്മസിൻ്റെ ആ പശ്ചാത്തലത്തിൽ വേണ്ട മാലാഹമാർ, ഹെരോദ രാജാവ്, ഇങ്ങനെ ഒരുപാട് ആളുകളെ തിരഞ്ഞെടുത്തു. അപ്പോൾ റാൾഫിന് എന്തെങ്കിലും ഒരു ചെറിയ വേഷം കൊടുത്തേ പറ്റൂ, കാരണം അവനെ ഒഴിവാക്കാനും പറ്റില്ല. അവസാനം അധികം ഡയലോഗൊന്നും ഇല്ലാത്തൊരു വേഷമുണ്ട്. നമ്മുടെ ആ സത്രക്കാരൻ്റെ വേഷമാണ്. സത്രക്കാരനാകെ ഒരൊറ്റ ഡയലോഗല്ലേ ഉള്ളൂ, ഇവിടെ നിനക്ക് മുറിയില്ല, അത്രയും പറഞ്ഞാൽ മതി. ജോസഫിനോട് അത്രയും പറഞ്ഞാൽ മതി. ജോസഫും മറിയമ്മും കൂടെ, ഗർഭിണിയായ മറിയപ്പത്തിനെയും കൊണ്ട് ജോസഫ് ഇങ്ങനെ വരുന്ന സമയത്ത് സത്രത്തിൽ വന്ന് എനിക്കൊരു ശകല സ്ഥലം തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ റൂമില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പം ഈ ഒരു ഡയലോഗ് ഇവനെ പഠിപ്പിച്ച് ഏത് സമയത്താണ് പറയേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാം റെഡി. ഒരുപാട് റിഹേഴ്സലൊക്കെ കഴിഞ്ഞു. റിഹേഴ്സലിലൊന്നും കുഴപ്പമില്ല. അവസാനം അരങ്ങേറ്റ ദിവസമായി, നാടകം കളിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗമൊക്കെ കഴിഞ്ഞു. മാലാഹമാർ വന്നു, ആട്ടിടയന്മാർ വന്നു, സുവാർത്തയൊക്കെ കഴിഞ്ഞ് അവസാനം ഗർഭിണിയായ കന്യക മറിയാമിനെയും കൊണ്ട് ജോസഫ് പിതാവ് ഇങ്ങനെ നടന്നുപോയി ഒരു സത്രത്തിൻ്റെ വാതിക്കലെത്തി സത്രക്കാരനോട് ചോദിക്കുന്ന രംഗമെത്തി. അപ്പോൾ സത്രക്കാരനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു മുറി തരാമോ? അപ്പോൾ റാൾഫ് നല്ല ഈ ഡയലോഗൊക്കെ പഠിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ വളരെ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു, ഇവിടെ നിറഞ്ഞു കഴിഞ്ഞു, ഒരു മുറി പോലും തരാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർക്ക് സന്തോഷമായി, ഇവൻ നല്ല ഭംഗിയായിട്ട് ഡയലോഗൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ജോസഫ് വീണ്ടും അടുത്ത ഡയലോഗ് പറയാണ്. മറിയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, ഇതെൻ്റെ ഭാര്യയാണ്, അവൾ ഗർഭിണിയാണ്, അവൾക്ക് വിശ്രമിക്കാൻ ദയവായി അല്പം സ്ഥലം തരണം. അപ്പം ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നാടകത്തിൽ റാൾഫ് പറയേണ്ട അടുത്ത ഡയലോഗ് വളരെ ആക്രോശിച്ചുകൊണ്ടാണ്, സ്ക്രീം ചെയ്ത് വേണം പറയാൻ, ഭയങ്കരമായിട്ട് വേണം പറയാൻ. നിങ്ങൾക്കിവിടെ മുറിയില്ലെന്ന് പറയണം. ഇതാണ് പറയേണ്ട ഡയലോഗ്. അപ്പോൾ റാൾഫ് അവിടെ ഒന്നും മിണ്ടുന്നില്ല. ടീച്ചർ പുറകെ, കർട്ടൻ്റെ പുറകെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, റാൾഫെ പറ. കുട്ടി മിണ്ടുന്നില്ല. ടീച്ചർ പുറകെ നിന്ന് വീണ്ടും പറ, റാൾഫെ പറ, ഉറക്കെ അലറിപ്പറ, നിങ്ങൾക്കിവിടെ ഇങ്ങനെയല്ല, ഒന്ന് അലറി പറഞ്ഞേ. നിങ്ങൾ മിടുക്കന്മാരായതുകൊണ്ടും മിടുക്കികളായതുകൊണ്ടും നിങ്ങൾ ഇതുപോലെ തന്നെ പറയും, നിങ്ങൾക്കിവിടെ മുറിയില്ല എന്ന് പറയാൻ പറയും. റാൾഫ് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക, കുട്ടി മിണ്ടുന്നില്ല. അപ്പം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് ടീച്ചർക്കാകെ ഒരു ടെൻഷനായി. ടീച്ചർ പിന്നെയും പുറകിൽ നിന്ന് ഒരു വടി കൊണ്ട് ഇവനെ ഒരു കുത്തിയിട്ട് പറയാൻ പറഞ്ഞു. അപ്പോൾ മനസ്സില്ലാ മനസ്സോടെ റാൾഫ് പറഞ്ഞു, നിങ്ങൾക്കിവിടെ മുറിയില്ല, പൊക്കോളെ. ഏതാ നാടകത്തിൽ പറയേണ്ട ഡയലോഗാണ്. അപ്പോൾ റാൾഫ് പറയാണ്, അവനൊരു താല്പര്യമില്ല ഇത് പറയാൻ. അവൻ പറയാണ്, നിങ്ങൾക്കിവിടെ മുറിയില്ല, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഈ സംഭാഷണം കഴിഞ്ഞ ഉടനെ റാൾഫ് രംഗം വിടണം. ജോസഫും മറിയ അവിടെ ദുഃഖിതരായിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. അവരിങ്ങനെ ദുഃഖിതരായിട്ട് അങ്ങോട്ട് മാറിപ്പോകുന്ന സമയമാണ്. അപ്പോൾ ഈ ജോസഫും മറിയവും ഇങ്ങനെ പയ്യെ സങ്കടപ്പെട്ട്, അവർ നല്ല അഭിനയത്തിലാണ്, അവരിങ്ങനെ സങ്കടപ്പെട്ട് അങ്ങോട്ട് മാറിപ്പോകുന്നു.
റാൾഫ് രംഗം വിടുന്നില്ല. റാൾഫ് അവിടെ തന്നെ നിൽക്കുകയാണ്. അവൻ പോകേണ്ട സമയമായി, ഈ ഡയലോഗ് പറഞ്ഞിട്ട് പോകണം. അവൻ അവിടെ തന്നെ അങ്ങ് നിൽക്കുവാണ്. ഇവരിങ്ങനെ സങ്കടപ്പെട്ട് പോകുന്ന കണ്ടപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു. ആരുടെ? നമ്മുടെ റാൾഫിൻ്റെ കണ്ണ് നിറഞ്ഞു. ഇപ്പം കരയുമെന്നുള്ളൊരു പരുവത്തിലെത്തി. പെട്ടെന്ന് റാൾഫ് വിളിച്ചു പറഞ്ഞു, ജോസഫേ, നിങ്ങൾ പോകരുത്, തിരിച്ചു വാ, എൻ്റെ മുറി ഞാൻ തരാമെന്ന്. ജോസഫേ, നിങ്ങൾ പോകരുത്, എൻ്റെ മുറി ഞാൻ തരാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? നമ്മൾ ഈ മിടുക്കന്മാരുടെ ലോകത്തല്ലേ ജീവിക്കുന്നത്. അപ്പം നമ്മൾ വലിയ മിടുക്കില്ല, ബുദ്ധിക്ക് എത്ര വളർച്ചയില്ല എന്നൊക്കെ വിചാരിച്ച ഒരാളാണ് കരുണയുടെ ഒരു പുതിയ പാഠം പഠിപ്പിക്കുന്നത്. സത്യത്തിൽ ഇങ്ങനെയുള്ള ചില പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്യാമ്പുകളിലൊക്കെ ആയിരിക്കുന്നതും വേദപുസ്തകമൊക്കെ പഠിക്കുന്നതും. മിടുക്കന്മാരുടെ ലോകത്ത് നഷ്ടമാകുന്ന കരുണയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് വേദവിചാരങ്ങൾ എല്ലാം തന്നെ. ഞാനിനി അടുത്ത കഥ പറയാം. ഞാൻ കുറച്ച് കഥകൾ മാത്രമേ പറയുന്നുള്ളൂ രാവിലെ. പോപ്പ് ഫ്രാൻസിസിനെ കേട്ടിട്ടുണ്ടല്ലോ. പാപ്പ ഫ്രാൻസിസ് ഒരു ദിവസം സൺഡേ സ്കൂൾ ക്ലാസ്സിൽ അധ്യാപകർ ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ചൊരു കഥ പറഞ്ഞാണ്. ദ നെയിം ഓഫ് ഗോഡ് ഈസ് മേഴ്സി എന്നൊരു പുസ്തകം പാപ്പ ഫ്രാൻസിസ് എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്ന കഥയാണ്. അപ്പോൾ സൺഡേ സ്കൂൾ അധ്യാപകർ, ഒരു സാറ് ഒരു 10 കുട്ടികളെ പഠിപ്പിക്കുകയാണ്. 10 പേര് ആ ക്ലാസ്സിലുണ്ട്. 10 പേരെയും പഠിപ്പിക്കുന്ന വിഷയം മുടിയനായ പുത്രൻ്റെ ഉപമയാണ്. കഥയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പൻ്റെ വീട്ടിൽ നിന്ന് സ്വത്തെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി ദൂരത്തടിച്ചെല്ലാം കഴിഞ്ഞ് അവസാനം തിരിച്ച് കരഞ്ഞു കൂവി പന്നിയുടെ തീറ്റയൊക്കെ തിന്നിട്ട് വരുവാണ്. ഇവനിങ്ങനെ വരുന്ന വഴിക്ക് അപ്പൻ അവനെ കണ്ടു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് വീട്ടിൽ കയറ്റി കാളക്കുട്ടിയെ അറുത്തു എന്നാണല്ലോ കഥ. ടീച്ചർ ഇതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇപ്പം നിങ്ങൾ കുറേ കൂടി ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ ഭാവനയെ ഉണർത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കഥയുടെ ക്ലൈമാക്സ് ഒന്ന് മാറ്റി എഴുതാമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ ക്ലാസ് വർക്കൊക്കെ തരുമ്പോൾ അതുപോലെ റിപ്പീറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ആ അപ്പൻ്റെ സ്നേഹത്തെ കുറേ കൂടി ഉദാത്തമായി വർണ്ണിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു പേപ്പറും പേന എടുക്കണം. എന്നിട്ട് മുടിയനായ പുത്രൻ്റെ കഥയുടെ ആദ്യത്തെ ഭാഗം അതുപോലെ തന്നെ എഴുതണം. ആദ്യത്തെ ഭാഗം, അപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഇളയ മകൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് സ്വത്ത് വാങ്ങിച്ച് ദൂരത്തടിച്ചു പോയി. അവസാനം അവൻ പന്നിക്കൂട്ടത്തിൽ പോയി കിടന്നു, വിശന്ന് വലഞ്ഞ അവസാനം അപ്പൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അപ്പൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ദൂരെ നിന്ന് അപ്പൻ അവനെ കൊണ്ട് ഓടിച്ചെന്നു. അവിടം വരെ ബൈബിളിലുള്ള പോലെ എഴുതണം. അത് കഴിഞ്ഞുള്ള ഭാഗം നിങ്ങൾ എന്നാ ചെയ്യണമെന്നറിയാവോ? നിങ്ങളുടെ ഭാവനയനുസരിച്ച് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം ടീച്ചർ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പൻ്റെ സ്നേഹം കുറേ കൂടി നിങ്ങൾ വർണ്ണിച്ചെഴുതും. ആ വേദപുസ്തകത്തിലുള്ളതിനെക്കാട്ടിലും കുറേ കൂടി ഭംഗിയായിട്ട് എഴുതുമെന്ന് വിചാരിച്ചിട്ടാണ്. 10 പിള്ളേരും എഴുതി. ടീച്ചർ ഈ ആൻസർ ഷീറ്റ് എല്ലാം കൂടെ എടുത്തിട്ട് വായിച്ച് നോക്കുവാണ്. വായിച്ച് നോക്കിയപ്പോൾ എന്താ എഴുതിയിരിക്കുന്നതെന്നറിയാവോ? ഇവനാ പന്നിക്കൂട്ടത്തിൽ കിടന്ന് വിശന്ന് വലഞ്ഞ് അവസാനം എഴുന്നേറ്റ് അപ്പൻ്റെ വീട്ടിലോട്ട് വരികയാണ്. അവൻ ദൂരേന്നേ വരുന്ന അപ്പം കണ്ടു. അപ്പൻ അങ്ങോട്ട് ഓടിച്ചെന്നു അവൻ്റെ കഴുത്തിന് പിടിച്ചു. ബൈബിളിൽ കഴുത്തിന് പിടിച്ച് ചുംബിച്ചു എന്നാണ്, ഉമ്മ കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരുത്തൻ എഴുതി എന്നറിയോ? അപ്പൻ അവൻ്റെ കഴുത്തിന് പിടിച്ച് പൊക്കി കുത്തി. എന്നിട്ട് അരയിലുണ്ടായിരുന്ന ബെൽറ്റൂരി പോതിര കൊടുത്ത്. എന്നിട്ട് പറഞ്ഞു, മര്യാദ പഠിക്കുന്നവരെ കൂലിക്കാരൻ്റെ വീട്ടിൽ താമസിച്ചോണം, എന്നിട്ട് എൻ്റെ വീട്ടിലോട്ട് കയറാവുള്ളത്. മനസ്സിലായില്ലേ? പാപ്പ ഫ്രാൻസിസ് അവസാനം എഴുതി എന്താണെന്നറിയോ? ഈ കുഞ്ഞുങ്ങൾ 10 പേരും എഴുതിയത് അവനവൻ്റെ വീട്ടിലെ അപ്പൻ്റെ കരുണയുടെ ദൂരമാണ്, അല്ലാതെ വേദപുസ്തകത്തിലെ അപ്പൻ്റെ കരുണയുടെ ആഴമല്ല. അപ്പം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പഠിക്കുന്ന കരുണയുടെ ദൂരത്തിനപ്പുറത്ത് ചില ദൂരങ്ങൾ സഞ്ചരിക്കാൻ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് നമ്മൾ വേദവിചാരം എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് കടന്നു വരിക. ഇനി അടുത്ത കഥ പറയട്ടെ. ജാതക കഥകളെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? പഞ്ചതന്ത്രം എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായ
ഒരു കഥാസമാഹാരമാണ് ജാതക കഥകൾ. ജാതക സ്റ്റോറീസ് എന്ന് ഇംഗ്ലീഷിലുമുണ്ട്, മലയാളത്തിലുമുണ്ട്. അതായത് ബുദ്ധൻ എന്ന് കേട്ടിട്ടില്ലേ? ബുദ്ധൻ്റെ പൂർവ്വകാലങ്ങളിലെ കഥകളായിട്ടാണ് ഈ ജാതക കഥകൾ അറിയപ്പെടുക. അപ്പോൾ ഈ ജാതക കഥകൾ അതിലൊന്നിൽ പറയുന്ന ഒരു കഥയാണ്. ബുദ്ധൻ സിദ്ധാർത്ഥ കുമാരനായ സമയം, സിദ്ധാർത്ഥൻ എന്ന് ബുദ്ധൻ എന്ന് കേട്ടിട്ടില്ലേ? സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് ബുദ്ധന്റെ ആദ്യത്തെ പേരാ. സിദ്ധി അർത്ഥിക്കുന്നവൻ സിദ്ധാർത്ഥൻ. അവൻ പ്രയാണം ചെയ്ത് ബദ്ധനല്ലാത്തവനായ ബുദ്ധനായി മാറിയതാണ് ബുദ്ധചരിതം. ഒന്നും കിട്ടിയില്ല അല്ലേ? വിദ്യാർത്ഥി പോലെ തന്നെയാണ് സിദ്ധാർത്ഥി. പുതിയ ഒരു തലത്തിലേക്ക്, അധ്യാത്മമായ പുതിയൊരു ഉണർവിലേക്ക് ചെറുപ്പം മുതലേ ആഗ്രഹിക്കുന്നവൻ എന്നൊരു അർത്ഥം കൂടി അതിന് വേണമെങ്കിൽ നമുക്ക് ആരോപിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സിദ്ധാർത്ഥൻ, അവൻ ചെറുപ്പമായിരുന്ന സമയത്ത് അവൻ്റെ ഒരു അർദ്ധ സഹോദരനാണ് ദേവദത്ത കുമാരൻ. ഇത് ചരിത്രത്തിലെ ഒരു കഥയാണ്. ഇവർ രണ്ടുപേരും കൂടെ അവരുടെ കൊട്ടാരത്തിൽ, ഒരു രാജാവിൻ്റെ മകനാണല്ലോ സിദ്ധാർത്ഥൻ. അപ്പോൾ ഈ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ്. നിങ്ങൾ ചെടിക്ക് വെള്ളം ഒഴിക്കാറുണ്ടോ? ഉണ്ട്. ചെടിയിൽ പൂക്കൾ കാണാറുണ്ടോ? ഉണ്ട്. പൂക്കളോട് സംസാരിക്കാറുണ്ടോ? അവിടെയാണ് പ്രശ്നം. പൂക്കളോട് സംസാരിക്കണം. അതെങ്ങനെയാണ് സംസാരിക്കുക? അപ്പോൾ നമുക്ക് ഈ കഥയ്ക്കകത്തൊന്ന് ആ പൂക്കളോടൊന്ന് സംസാരിച്ചിട്ട് തിരിച്ചു വരാം. പൂക്കളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ വീട്ടിൽ പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേന്ന് വെള്ളം ഒഴിക്കാൻ പോകുന്ന സമയത്ത് അവിടെ രാവിലെ ഒരു പൂ വിരിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ ആ രാവിലെ പൂ വിരിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ അത് വാടിപ്പോവും. 4 മണി പൂ പോലത്തെ ഒരു ഇതാന്ന് വിചാരിച്ചോ, അല്ലെ 10 മണി പൂ പോലത്തെ ഒരെണ്ണാന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ അവിടെ ചെന്നിട്ട് ആ പൂവിനോട് ചോദിക്കുകയാണ്, വെള്ളം ഒഴിച്ചു, എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ചെടിക്ക്. എന്നിട്ട് അപ്പോൾ പൂവിനോട് ചോദിക്കുകയാണ്, പൂവേ, നീ ഇങ്ങനെ ഈ ഒരൊറ്റ ദിവസത്തേക്ക് വിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് എന്നാ പ്രയോജനം? ചോദിക്കണം കേട്ടോ. അപ്പോൾ ആ പൂവ് ഒന്ന് ചിരിച്ചിട്ട് നിങ്ങളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കും. എന്നാ ചോദിക്കുന്നതെന്നറിയോ? നിങ്ങൾക്ക് എത്ര വയസ്സായി? അപ്പോൾ എല്ലാവരും അവരവരുടെ പ്രായം പറഞ്ഞോണം, ഇല്ലേ? എത്രയായി? 15, 70, എത്രയായി? 15, 16, 17 എന്നൊക്കെ പറയണം. അപ്പം നമ്മളും എല്ലാം അങ്ങ് പ്രായം പറയുവാണ്. അപ്പം ഞാനും നാളെ കഴിഞ്ഞ് അങ്ങോട്ട് പോവാം. അപ്പം നമ്മളെല്ലാവരും പോയി നമ്മളോട് പ്രായമൊക്കെ പറഞ്ഞ് ഇത്രയായി എൻ്റെ വയസ്സെന്ന് പറയും. അപ്പോൾ ആ പൂവിൻ്റെ അടുത്ത ഡയലോഗ് എന്നാണെന്നറിയോ? ഇത്രയും കൊല്ലമായല്ലോ വിരിഞ്ഞങ്ങ് നിൽക്കാൻ തുടങ്ങിയിട്ട്. നമ്മളോടാ കേട്ടോ. ഇത്രയും കൊല്ലമായല്ലോ വിരിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് നിന്റെ ലോകത്തിൻ്റെ, നിന്റെ കുടുംബത്തിൻ്റെ, നിന്റെ സഭയുടെ, നിന്റെ സമൂഹത്തിൻ്റെ സൗന്ദര്യം, സൗരഭ്യം വർദ്ധിപ്പിക്കാൻ നിനക്ക് എത്രമാത്രം ആയിട്ടുണ്ട് എന്നൊരു ചോദ്യം ഇത്തിരി പോകുന്ന പൂ നമ്മളോട് ചോദിക്കും. എന്നിട്ട് പൂ നമ്മളോട് പറഞ്ഞു തരും, ഞാൻ ഒരു ദിവസമേ വിരിയുന്നുള്ളെങ്കിലും ഇന്നത്തെ ലോകത്തിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും വർദ്ധിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടെന്ന് പറയും. അപ്പം അതുകൊണ്ട് ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഇനി പൂക്കളോടൊക്കെ സംസാരിക്കണം. അപ്പം നമുക്ക് സിദ്ധാർത്ഥൻ്റെയും ദേവദത്തിൻ്റെയും കഥയിലേക്ക് വരാം. അവരിങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ദേവദത്ത കുമാരൻ്റെ കയ്യിൽ ഒരു അമ്പും വില്ലും ഉണ്ട്. അമ്പും വില്ലും കണ്ടിട്ടുണ്ടല്ലോ. അയാളിങ്ങനെ ചെറിയ നായാട്ടിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുവഴി ഒരു അരയന്നം പോകുന്നു. ദേവദത്തൻ അമ്പ് ചെയ്തു. അരയന്നത്തിൻ്റെ ദേഹത്ത് അമ്പ് കൊണ്ടു. അരയന്നം വീണു. വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന സിദ്ധാർത്ഥകുമാരൻ വെള്ളത്തിൻ്റെ പാത്രം അവിടെ ഇട്ടിട്ട് ഓടിച്ചെന്ന് അരയന്നത്തിൻ്റെ അടുത്ത് ചെന്ന് അതിൻ്റെ ശരീരത്തിൽ നിന്ന് ശരമൂരിയെടുത്തു. എന്നിട്ട് അതിൻ്റെ മുറിവ് വെച്ച് കെട്ടി. ഈ മുറിവെല്ലാം വെച്ച് കെട്ടിക്കഴിഞ്ഞ് അതിന് ജീവൻ നിലനിന്ന് കഴിഞ്ഞപ്പോൾ തർക്കമായി. ദേവദത്ത കുമാരൻ പറഞ്ഞു, അത് അരയന്നം എൻ്റെയാണ്. സിദ്ധാർത്ഥൻ പറഞ്ഞു, എൻ്റെയാണ്, ഞാൻ തരത്തില്ല. അവസാനം അത് രാജാവിൻ്റെ അടുത്ത് ചെന്നു. രാജാവ് കോടതി വിളിച്ചു കൂട്ടി. കോടതി മീൻസ് നമ്മുടെ അവിടുത്തെ അറിവുള്ള ആളുകളെല്ലാം വിളിച്ചു കൂട്ടി. എന്നിട്ട് അവരോട് ചോദിച്ചു, ഇതിൻ്റെ ഒരു ഉത്തരം കൊടുക്കുക ഈ പിള്ളേർക്ക്. അപ്പോൾ ദേവദത്തൻ്റെ വക്കീൽ പറയുന്നത്, ദേവദത്തൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാനാണ് അമ്പ് ചെയ്തത്, അതുകൊണ്ട് ഞാനാണ് അതിനെ വീഴ്ത്തിയത്, അതുകൊണ്ട് അതെൻ്റെ അരയന്നമാണ്. സിദ്ധാർത്ഥൻ പറയുന്നു, ഞാനാണ് അതിനെ രക്ഷിച്ചത്, അതുകൊണ്ട് അതെൻ്റെ അരയന്നാണ്. അവസാനം കോടതിയുടെ തീർപ്പ് വന്നത് എന്താണെന്നറിയോ? ജീവൻ എടുക്കുന്നവനല്ല, ജീവൻ കൊടുക്കുന്നവനും നിലനിർത്തുന്നവനുമാണ് ജീവന്റെ അവകാശി. ജീവൻ എടുക്കുന്നവനല്ല,
ജീവൻ കൊടുക്കുന്നവനും ജീവൻ നിലനിർത്തുന്നവനുമാണ് ജീവന്റെ അവകാശമുള്ളത്, ജീവിക്കാൻ അവകാശമുള്ളത്. ഈ കരുണയുടെ പാഠം പുലർന്നു പോകുന്ന ഒരു മണ്ണിലും നാട്ടിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് കരുണയെക്കുറിച്ച് അല്ലെങ്കിൽ കരുണയുള്ളവരായി തീരുന്നതിനെക്കുറിച്ച് ഒരു പ്രോഗ്രാമിംഗ് നടത്താൻ വേണ്ടി കൂടിയാണ് ഈ വേദവിചാരം നടക്കുന്നത്. ഒപ്റ്റിമസിന്റെ കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഇന്നലെ മിനിയാന്ന് നമ്മുടെ എലോൺ മസ്ക് ഇല്ലേ, നമ്മുടെ കൂട്ടുകാരനല്ലേ, എലോൺ മസ്ക് മിനിയാന്ന് ഒരു പുതിയ ഹ്യൂമനോയിഡിനെ ഇറക്കിയിട്ടുണ്ട്. ഒപ്റ്റിമസ് എന്ന പേര്. 20,000 രൂപ എങ്ങണ്ട വിലയുള്ളൂ. ഡോളറാന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ പിന്നെ ഇനി ശുശ്രൂഷയ്ക്കൊന്നും ആളെ വെക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. ചെമ്മാച്ചനെയൊക്കെ പിരിച്ചുവിടാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഹ്യൂമനോയിഡിനെ വാങ്ങിച്ച എല്ലാ പരിപാടിയും നടക്കുമോ? അത് ചെയ്യും. അത് ചായ കൊണ്ട് തരും, ചോറ് വിളമ്പി തരും, എല്ലാം ചെയ്യും. ഒരു പ്രത്യേക പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കല്ലേ അതിനെ. ആ പ്രോഗ്രാം അനുസരിച്ച് അത് പോകും. ഇടയ്ക്ക് നമ്മളിങ്ങനെ വയ്യാതെ അങ്ങോട്ട് കിടക്കുമ്പോൾ ഈ പുള്ളിക്ക് പനിയാണെന്ന് ചിലപ്പോൾ മനസ്സിലാവും. ഗുളിക കൊടുക്കാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമയത്ത് വന്ന് ഗുളിക തരും. അല്ലാതെ നിങ്ങളുടെ അമ്മ ചെയ്യുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് തലയിൽ തുണിയിട്ട് തരുമോ? പ്രോഗ്രാം ചെയ്താൽ ചെയ്യും കേട്ടോ. പക്ഷേ തക്ക സമയത്ത് വേണ്ടതുപോലെ മനസ്സലിവോടുകൂടി പ്രവർത്തിക്കാൻ ഈ യന്ത്രത്തിനാണോ പറ്റുക, മനുഷ്യനാണോ പറ്റുക? മനുഷ്യനെ പറ്റുള്ളൂ, ഇല്ലേ? അപ്പോൾ മനുഷ്യനെ പറ്റുള്ളൂ. അപ്പോൾ ഈ മനുഷ്യനെ ഒന്ന് പ്രോഗ്രാം ചെയ്തെടുക്കണ്ടേ, ഈ ഇരിക്കുന്ന മനുഷ്യ കുഞ്ഞുങ്ങളെല്ലാം. ആ പ്രോഗ്രാമിംഗ് ആണ് യഥാർത്ഥത്തിൽ ഈ ക്യാമ്പിൽ കൂടെ നടക്കുന്നത്. ആ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ഭാഗമായി നമ്മൾ വേദവിചാരം പഠിക്കുമ്പോൾ ഞാൻ ഇന്ന് ഊന്നൽ നൽകുന്നത് കരുണ എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിനാണ്. അപ്പോൾ ആ കരുണയിലേക്ക് നമ്മളുടെ ജീവിതത്തെ കുറെ കൂടി ഉണർത്താനായിട്ടാണ്. നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങൾ വായിക്കുന്ന പുസ്തകം, നിങ്ങളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ്, ഇതൊക്കെ നോക്കിയാൽ മതി നിങ്ങൾ ആരാണെന്ന് അറിയാം. അവഞ്ചേഴ്സ് കാണാറുണ്ടോ? ഉണ്ട്. ആരെയാണ് ഇഷ്ടം? അയൺമാനെയാണോ ഇഷ്ടം? തോറിനെ? തോറാണ് പാർട്ടി. ശരിയാ. തോറ് പണ്ട് ഗ്രീസിലുണ്ടായിരുന്ന ഒരു ദൈവമാണ് കേട്ടോ. മോഫുണ്ട്, സ്പൈഡർമാനുണ്ട്, അയൺമാനുണ്ട്. അയൺമാൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അതെനിക്കിഷ്ടം അയൺമാനിന്. അത് തന്നെ. ഇപ്പം ഇത്ര ആൾക്കാരുണ്ടല്ലോ. അപ്പം നമ്മൾ ഈ അവഞ്ചേഴ്സ് കാണുമ്പോൾ ഇവരെല്ലാം കൂടി നമ്മളെ എൻ ഗെയിമിൽ എല്ലാവരും കൂടിയാണല്ലോ വരുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ വന്ന് ഈ ഒരു കളി അങ്ങോട്ട് കളിച്ച് കഴിയുമ്പോഴത്തേനും സംഗതി ഭയങ്കര അറ്റാക്കാണല്ലോ, ഭയങ്കര അഗ്രസീവായിട്ടാണ് യുദ്ധം നടക്കുന്നത്. അടിക്കടി എന്നുള്ള രീതിയിലാണ് സംഗതി പോകുന്നത്. പക്ഷെ ഞങ്ങളുടെയൊക്കെ ആരായിരുന്നെന്നറിയാമോ? ലുട്ടാപ്പി, മായാവി, കുട്ടൂസൻ, ഡാഗിനി, അക്കൂക്കുവിനെ അറിയത്തില്ലേ? ഇപ്പോഴും ഉണ്ട് നമ്മുടെ ബാലരമയിൽ അക്കൂക്കു ഉണ്ട്. സൂത്രനുണ്ട്, കുറുക്കന. അപ്പം ഇങ്ങനെ കുറച്ച് പാർട്ടികളായിരുന്നു. ഇതിനകത്തൊരു ചെറിയ പ്രശ്നം എന്നാണെന്നറിയാം. നിങ്ങളുടെ കൂട്ടുകാർ മോശക്കാരൊന്നുമല്ല കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാർ വളരെ വെൽ എക്യുപ്ഡ് ആണ്. ഞങ്ങളുടെ ആൾക്കാരെ പോലെ. ഞങ്ങളുടെ ലുട്ടാപ്പിക്ക് ആകെ ഒരു ചെറിയ കുന്തം മാത്രമേ ഉള്ളൂ കയ്യിൽ. പിന്നെ അല്ലെ പുട്ടാലും വല്ലോ സഹായിക്കണം, വേറെ വല്ല സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ പാർട്ടികളെന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഐറ്റാണ് കയ്യിലുള്ളത്, എന്തെല്ലാം തോക്കുണ്ട്, ബോംബുണ്ട്, എല്ലാ സാധനമുണ്ട്. ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലുട്ടാപ്പി ആളൊരു കുട്ടിച്ചാത്തനാണെങ്കിലും പാവമാണ്, വലിയ ഉപദ്രവമില്ല അല്ലേ, മണ്ടത്തരം തന്നെ കാണിക്കത്തുള്ളൂ. പക്ഷേ ഈ കൂട്ടുകാരൊക്കെ ഇപ്പം ഈ കുട്ടൂസൻ്റെയും ഡാഗിനിയുടെയും കാര്യം പറഞ്ഞ് ഇത്രയും നാൾ ഒരു ആണും പെണ്ണും ഒരുമിച്ച് നടന്നിട്ട്, കല്യാണം കഴിക്കാതെ ഒരുമിച്ച് നടന്നിട്ട് പേരുദോഷം കേൾപ്പിക്കാത്ത ആകെ 2 മലയാളികളെ ഉള്ളൂ, കുട്ടൂസനും ഡാഗിനിയും. ഇല്ലേ? അപ്പോൾ ഈ പറയുന്ന ആളുകളൊന്നും ഒരു കുഴപ്പമുള്ള കൂട്ടുകാരല്ല ഞങ്ങളുടെ കൂട്ടുകാർ. പക്ഷെ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ ചെറുതായിട്ട് ടെംപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാന്നറിയോ? അപ്പോൾ ക്ലാസ്സിൽ ഒരുത്തൻ, ഇപ്പം എൻ്റെ ചേട്ടൻ്റെ മോനുണ്ട്, അവനിപ്പോൾ ഈ ലൈവ് കേട്ട് ഞാൻ ഇന്നലെ അവനോട് ചോദിച്ചിട്ട് അവഞ്ചേഴ്സിൻ്റെ പേരെല്ലാം കൂടെ പഠിച്ചു കേട്ടോ. അപ്പോൾ അവൻ എന്നോട് പറയുകയാണ് കഴിഞ്ഞ ദിവസം, അതേ മന്ദൻ്റെ റിപ്പോർട്ട് വന്നായിരുന്നു. എന്തുവാ? കേശവിന് 900 ബ്ലാക്ക് സ്റ്റാർ ഉണ്ട്, ജോണിന് 600 ബ്ലാക്ക് സ്റ്റാർ ഉണ്ട്, എനിക്ക് 300 ബ്ലാക്ക് സ്റ്റാർ ഉണ്ട്. ഞാൻ പറഞ്ഞു നീ നിൻ്റെ അപ്പാപ്പനെ വെച്ച് നോക്കും വളരെ മോശമാണെന്ന് പറഞ്ഞു. ബ്ലാക്ക് സ്റ്റാറും റെഡ് സ്റ്റാറും കിട്ടുന്നില്ലേ ഇപ്പോൾ?
ഇല്ലേ? ആ സ്കൂളിൽ ഇപ്പൊ അടിയല്ലേ, ഇപ്പൊ സ്റ്റാറാ കിട്ടുന്നേ. ക്ലാസ്സിൽ ഇരുന്ന് മിണ്ടിയ ഉടനെ ടീച്ചർ ഒരു ബ്ലാക്ക് സ്റ്റാർ കൊടുക്കും. ഇല്ലേ? ടീച്ചർമാർക്ക് അറിയാലോ. എന്തേലും പറഞ്ഞ ഉടനെ ഗുഡ് ബോയ് റെഡ് സ്റ്റാർ കൊടുക്കുകയാണ്. ഇപ്പൊ ഈ പുതിയ സ്കൂളിലൊക്കെ ഇപ്പൊ അങ്ങനെയാണ്ട് പരിപാടിയാണ്. നിങ്ങളും രക്ഷപ്പെട്ടല്ലേ അതിൽ നിന്ന്? കൊച്ചു പിള്ളേർ ഇപ്പൊ അങ്ങനെ പഠിക്കണേ. നിങ്ങൾ എഴുതിയത് എങ്ങനാ? ഒന്നിച്ചാണോ എഴുതിയേ? എഴുതിയത് ഒന്നിച്ചാണോ? സ്പ്ലിറ്റ് ചെയ്തല്ലേ? ഒന്നിച്ച് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നവരുണ്ടല്ലേ. ഞങ്ങളെല്ലാം എഴുതിയത് ഒന്നിച്ചാ എഴുതിയത്. ഇപ്പൊ പുതിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ പഠിപ്പിക്കുന്നതാണ്. ആദ്യം റാ എഴുതും അല്ലേ? ആദ്യം റാ പഠിപ്പിക്കും. റാ എഴുതാൻ എളുപ്പമല്ലേ? ഇങ്ങനെ എഴുതാൻ മതി. അത് കഴിഞ്ഞിട്ട് ദാ എഴുതാൻ പഠിപ്പിക്കും. അതായത് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഒരു സ്ലീപ്പിംഗ് ലൈൻ, ഇങ്ങനെ ഇങ്ങനെ വന്ന് വീണ്ടും ഒരു സ്ലീപ്പിംഗ് ലൈൻ അല്ലെങ്കിൽ ഒരു 3 എഴുതുക. അപ്പോൾ എത്രയായി? ദായായി. ഇനി എഴുതാൻ പഠിച്ചാൽ എളുപ്പമാണ്. ആദ്യം ഒരു ദാ എഴുതണം, അത് കണക്ട് ചെയ്ത് ഒരു റാ എഴുതണം, അത് കണക്ട് ചെയ്ത് വീണ്ടും ഒരു റാ എഴുതി ഒരു ചെറിയ 0 കൂടി ഇട്ടാൽ ആയില്ലേ? അപ്പം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ റിസപ്റ്റീവ് മോഡ് വ്യത്യാസമാണ്. നിങ്ങളിപ്പോൾ അപ്പനോടും അമ്മയോടും ഒക്കെ പറയത്തില്ല ഈ അപ്പനും അമ്മയ്ക്കും ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലേ? ഇത്രയും നല്ല പിള്ളേരാണ് നമ്മുടെ സഭയിലുള്ള. എൻ്റെ ദൈവമേ, അതെ ഈ സഭയ്ക്ക് നല്ല ഭാവിയുണ്ട്. ആൾക്കാരൊക്കെ ചുമ്മാ പറയുന്ന. നമ്മൾ വിചാരിക്കത്തില്ല നമ്മുടെ അപ്പനും അമ്മയ്ക്കും ഒന്നും വലിയ അറിവില്ല. നമ്മൾ കമ്പ്യൂട്ടർ ചെയ്യുന്ന പോലെ അവർക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ അപ്പച്ചന് വാട്സപ്പ് എടുത്ത് കൊടുക്കുന്ന ആരാ? നിങ്ങളാണ് എടുത്തു കൊടുക്കുന്നത്. അപ്പച്ചൻ അറിയത്തില്ല, അതുകൊണ്ടാണ് നിങ്ങൾ എടുത്തു കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാവുന്നത്രേ അപ്പച്ചനും അമ്മച്ചിക്കും അറിയത്തില്ലെന്നാണ് നമ്മുടെ ഒരു തോന്നൽ, അല്ലേ? അങ്ങനെ ഒരു തോന്നൽ നമുക്കുണ്ടാവും. അങ്ങനെ ഒരു തോന്നലുണ്ടാകുമ്പോൾ ഞാൻ വേറൊരു കഥയും കൂടെ പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. എലോൺ മസ്കിലേക്ക് വരാം. ഉപനിഷത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ശബ്ദക്കുറവാണല്ലോ. ഉപനിഷത്ത് പറഞ്ഞാൽ ഭാരതത്തിലെ വേദാന്തമാണ്. ഭാരതത്തിലെ അറിവുകളുടെ ഒരു സമാഹാരമാണ്. പൂർവ്വപിതാക്കന്മാർ എഴുതി വെച്ചിട്ടുള്ള വലിയ അറിവുകളുടെ സമാഹാരമാണ്. അപ്പൊ ഈ പറയുന്ന ഉപനിഷത്തിൽ പറയുന്ന ഒരു കഥയുണ്ട്. ഒരു ചെറുപ്പക്കാരനെ ഇതുപോലൊരു ക്യാമ്പിന് വിട്ടു. പക്ഷെ ആ ക്യാമ്പ് ഒരു 4 വർഷത്തേക്കുണ്ടായിരുന്നു. ഒരു കോഴ്സായിരുന്നു, ഒരു ഗുരുകുലത്തിലാണ് വിട്ടെ. അവിടെ പഠിച്ചിട്ട് ഇവൻ തിരിച്ചു വന്നു. അപ്പനോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പാ അതിൻ്റെ അർത്ഥം അറിയാമോ? ഇതിൻ്റെ അർത്ഥം അറിയാമോ? ഇപ്പോൾ പുതിയൊരു ക്യാമ്പിലൊക്കെ പോയിട്ട് ചെല്ലുമ്പോൾ നമ്മൾ കുറച്ച് അറിവ് കിട്ടുമല്ലോ. അപ്പോൾ ഈ അറിവൊക്കെ വെച്ചിട്ട് നമ്മളങ്ങോട്ട് പയറ്റി. ഈ പയ്യനും അവിടെ പോയിട്ട് അപ്പനോടും അമ്മയോടും ഇതൊക്കെ ചോദിച്ചു. അപ്പൻ തിരിച്ചു പറഞ്ഞ മറുപടി എന്നാണെന്നറിയോ? എൻ്റെ കുഞ്ഞേ, നീ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ എല്ലാ ഉത്തരം അറിയാൻ ഞാൻ നിന്നെ പോലെ ചെറുപ്പക്കാരനല്ലല്ലോ. നീ പറയുന്നതിൻ്റെ എല്ലാം ഉത്തരം പറയാൻ ഞാൻ നിന്നെ പോലെ ചെറുപ്പക്കാരനല്ലല്ലോ. ചെറുപ്പത്തിലായിരിക്കും നമ്മൾ വിചാരിക്കും എല്ലാം അറിയാമെന്ന്. എല്ലാം അറിയാമെന്ന്. പതിയെ വളർന്ന് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുക നമുക്കറിയാവുന്നതിലും കൂടുതലാണ് അറിയാൻ പാടില്ലാത്തത്. നമ്മൾ എത്ര പഠിച്ചാലും നമുക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ ഈ ലോകത്തിൽ ഇനിയും അവശേഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഓർമ്മ വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് കരുണ, മനസ്സലിവ്, ആർദ്രത, ഇങ്ങനെയൊക്കെയുള്ള മാനവികമായ മൂല്യങ്ങൾ നമ്മളിൽ ഉണ്ടാവത്തക്ക രീതിയിൽ ഒരു വേദവിചാരം ഉണ്ടാവണമെങ്കിൽ, വേദവിചാരം ഉണ്ടാകുമ്പോൾ ഇത് നമ്മളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരു പ്രോഗ്രാം ചെയ്യപ്പെടുകയാണ്. വേദവിചാരത്തിലൂടെ നമ്മൾ ദൈവത്തെയാണ് പരിചയപ്പെടുന്നത്. യോഹന്നാൻ സ്നാപകൻ വളരെ ധീരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ധീരതയ്ക്കും സത്യസന്ധതയ്ക്കുമുള്ള അടിസ്ഥാന കാരണം എന്താണ്? അവന് ഗർഭം മുതൽ പരിചയം ആരെയാ? യേശുവിനെയാ. എലിസബത്തിന്റെ വയറ്റിൽ അവൻ കിടക്കുമ്പോൾ മുതൽ, ഗർഭം മുതൽ അവന് പരിചയം യേശുവിനെയാണ്. അപ്പൊ യേശുവിനെ പരിചയപ്പെടുക, ക്രിസ്തുവിനെ അടുത്തറിയുക, അതിലേക്ക് നമ്മളെ സഹായിക്കുന്നതാണ് നമ്മളുടെ എല്ലാ വേദവിചാരങ്ങളും. അങ്ങനെ ഒരു ദൈവ പരിചയം നമുക്കുണ്ടെങ്കിൽ
ഏതു മയക്കുമരുന്നിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കും. മയക്കുമരുന്നെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആ പത്രത്തിൽ കണ്ട പേരൊന്നുമല്ല കേട്ടോ, അത് മാത്രമൊന്നുമല്ല. അധികാരം ഒരു മയക്കുമരുന്നാണ്, പണം ഒരു മയക്കുമരുന്നാണ്, സ്ഥാനം ഒരു മയക്കുമരുന്നാണ്. നമ്മളെ മയക്കി കിടത്തുന്നതാണ് യഥാർത്ഥമായ ഒരു ഉണർവിലേക്ക്. ഇതിൻ്റെ എല്ലാം ലഹരികളിൽ നിന്ന് യഥാർത്ഥമായ ബോധത്തിൻ്റെ ഉണർവിലേക്ക് നമ്മളെ സഹായിക്കുന്നതാണ് ക്രിസ്തു പരിചയം. അതുകൊണ്ട് അടിസ്ഥാനപരമായി ഈ ക്യാമ്പിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ രക്ഷയുടെ അടിസ്ഥാന പന്ഥാവ് മാർഗമെന്ന് പറയുന്നത് ഈ ഒരു ക്രിസ്തു പരിചയമാണ് എന്നുള്ളത് നിങ്ങളുടെ ഹൃദയത്തിൽ അടിവരയിട്ട് ഓർമ്മിപ്പിച്ച് വെച്ചിരിക്കണം. ജോസഫ് എന്ന് പറയുന്ന പഴയ നിയമത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. ഞാൻ ഈ 3-4 ചെറുപ്പക്കാരുടെ കാര്യം കൂടെ പറഞ്ഞിട്ട് വേദപുസ്തകം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ സംഗതി 8 മണിയാവും, തീരും. ജോസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ചെറുപ്പത്തിലെ ഒരു സ്റ്റാറ്റസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഞാൻ പറയാം, സന്ദർഭം പറഞ്ഞു തരാം. അപ്പോൾ അവൻ വാട്സപ്പിലിട്ട സ്റ്റാറ്റസ് എന്ന് നോക്കിയാൽ മതി. സന്ദർഭം ഇത്രയേ ഉള്ളൂ. അവനിങ്ങനെ ആ ചേട്ടന്മാരെ തിരക്കി അപ്പം പറഞ്ഞിട്ട് പോകുമ്പോൾ ചേട്ടന്മാരെല്ലാം കൂടെ അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിടുന്നില്ലേ, ഇല്ലേ? ആ പൊട്ടക്കിണറ്റിൽ ഇരുന്നുകൊണ്ട് അവൻ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. എന്തുവായിരുന്നു അറിയോ? എന്തുവാ? ഫീലിംഗ് സാഡ് അറ്റ് പൊട്ടക്കിണറ്റിൽ. അവൻ പറഞ്ഞു ഫീലിംഗ് സ്കാറ്റേഡ്, ഫീലിംഗ് എലോൺ, ഇല്ലേ? ഇങ്ങനെയൊക്കെ ഇടത്തില്ലേ? ഇവനാകെ അങ്ങനെ കിടക്കുവാണ്, ആകെ അങ്ങ് തകർന്നു പോയി ജോസഫ്. കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും അവനെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ജോസഫ് അവിടെ മന്ത്രിയാണേ, ഈജിപ്തിൽ മന്ത്രിയാണ്. അപ്പോൾ ആ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ജോസഫ് അദ്ദേഹത്തിൻ്റെ ആ ഫേസ്ബുക്ക് പേജിൻ്റെ താഴെ ഒരു ചെറിയ കമൻറ്റ് ഒരാൾ ഇട്ടിട്ടുണ്ട്. ആരാന്നറിയാമോ? ഫറവോ ഇട്ടിരിക്കുന്നത്. ഫറവോ ഇട്ടിരിക്കുന്ന കമൻറ്റ് എന്തുവാ ജോസഫിൻ്റെ പേജിൽ? ദൈവാത്മാവുള്ള ഈ ചെറുപ്പക്കാരനെ പോലെ ഒരാളെ കണ്ടിട്ടില്ല. നിങ്ങളുടെ ഇതിൻ്റെ പേജിൻ്റെ താഴെ അങ്ങനെ കമൻറ്റ് വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ലല്ലേ, വരണം. ദൈവാത്മാവുള്ള ഈ പയ്യനെ പോലെ, ഈ മോളെ പോലെ ഒരാളെ കണ്ടിട്ടില്ല. ഇനി അടുത്ത ആളെ നോക്കൂ, വേറൊരാളെ സ്റ്റാറ്റസ് നോക്കുക. ഷമുവേൽ ബാലൻ. അയാളുടെ സ്റ്റാറ്റസ് എന്തുവാ? ലിസണിങ് ടു ഗോഡ്. ദൈവത്തെ കേട്ടുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. ദൈവത്തെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ശദ്രക്ക്, മേശക്ക്, അഭേദനകോവും 3 ചെറുപ്പക്കാരില്ലേ? ആരാ അത്? വായിക്കൊള്ളാത്ത പേരും കൂടി അല്ലേ? തീച്ചുളയിൽ വീണ ആൾക്കാരാണ്. കൂടെ ഒരാളും കൂടി ഉണ്ടല്ലോ, ദാനിയേൽ. ഇവരുടെ കഥ പറയുന്നതിനകത്ത് നെബുക്കദ്നേസർ എന്ന് പറയുന്ന രാജാവ്, രാവിലെ പല്ലൊക്കെ തേച്ചല്ലോ അല്ലേ? അന്ന് ഇനി ധൈര്യമായിട്ട് പറഞ്ഞു നെബുക്കദ്നേസർ. അത് തന്നെ, അപ്പോൾ കുഴപ്പമില്ല, അല്ലേ? വലിയ പാടാ അത്. അപ്പോൾ ഈ രാജാവ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അയാൾക്ക് രാവിലെ അയാളുടെ ഫേസ്ബുക്ക് തുറന്നിട്ട് അയാൾ എന്നെ ചെയ്തെന്നറിയാവോ? അയാൾ പറയാണ്, സ്വന്തം ഒരു നല്ല ഫോട്ടോ എടുത്താൽ കിട്ടും, നല്ല വലിയൊരു ഇമേജ് അങ്ങോട്ട് ഇട്ടിട്ട് പറഞ്ഞു ഇതിനെ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. രാവിലെ ഉണർന്നപ്പോൾ രാജാവിന് തോന്നിയ ദുർബുദ്ധിയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള സകലമാന പേരും എൻ്റെ അടിയിൽ പോയി ലൈക്ക് ചെയ്തു. 4 ചെറുപ്പക്കാർ, മുമ്പേ പേര് പറഞ്ഞ 4 ചെറുപ്പക്കാർ മാത്രം ഡിസ്ലൈക്ക് ചെയ്തു. എങ്ങനെ അതിനുള്ള ധൈര്യം അവർക്കുണ്ടായത്? 2 കാര്യങ്ങളുണ്ട്. ദൈവത്തെ അടുത്തറിഞ്ഞെന്നാണ് ഇവൻ പറഞ്ഞത്. ദൈവത്തെ അടുത്തറിയാനുള്ള 2 മാർഗങ്ങൾ അവർ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഇവരെ ബാബിലോണിലോട്ട് ഹോസ്റ്റലിലോട്ട് പിടിച്ചുകൊണ്ട് പോയി അവിടെ താമസിക്കുന്ന സമയത്ത് ആ ഹോസ്റ്റലിൽ അന്ന് ബുധനാഴ്ച വന്നപ്പോൾ ഹോസ്റ്റലിൻ്റെ വാർഡൻ വന്നിട്ട് പറഞ്ഞു, ദാനിയേലേ, ഇന്നിവിടെ രാജാവിൻ്റെ പിറന്നാളാണ്, ചിക്കൻ ബിരിയാണി ഉണ്ട്, എല്ലാവർക്കും ബിരിയാണി ഉണ്ട്, നിങ്ങളിത് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ദാനിയേൽ പറഞ്ഞു, രാജാവിൻ്റെ പിറന്നാളാണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഞങ്ങൾക്ക് ബുധനാഴ്ച നോയമ്പാന്ന് പറഞ്ഞു. രാജാവ് കഴിക്കുന്ന ഭക്ഷണം കൊണ്ടും രാജാവ് കുടിക്കുന്ന പാനീയം കൊണ്ടും ഞങ്ങളെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് പറഞ്ഞു. നിങ്ങളിനി ഈ സ്കൂളിൽ നിന്ന് ഇപ്പോൾ സ്കൂളിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞിട്ട് ഹൈദരാബാദിലെ രാജകുമാരിയുടെ അടുത്ത് നേഴ്സിങ്ങിനോ അല്ലെങ്കിൽ കോയമ്പത്തൂര് എഞ്ചിനീയറിംഗ് രാജകുമാരൻ്റെ അടുത്തോ ഒക്കെ പഠിക്കാൻ പോകും അല്ലേ? അവിടെയൊക്കെ നിങ്ങൾ പഠിക്കാൻ പോണ സമയത്ത് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നിങ്ങൾക്ക് നോയമ്പുണ്ടാവുമോ? ഞാൻ മുമ്പേ പറഞ്ഞ എന്നെ കൊണ്ട് മാറ്റി പറയിപ്പിക്കരുത്, സഭയ്ക്ക് ഭാവി ഉണ്ടെന്നുള്ളത് കേട്ടോ.
ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നോയമ്പുണ്ടാവുമോ? ആ, പോരല്ലോ. ഒന്ന് ഉറച്ചു പറഞ്ഞേ. ഉണ്ടാവും, ഉണ്ടാവണം. എങ്കിലേ ഈ സഭയ്ക്ക് ഭാവിയുള്ളൂ കേട്ടോ, എങ്കിലേ ഈ സഭയ്ക്ക് ഭാവിയുള്ളൂ. നമ്മൾ ഈ പുറമേ കാണുന്ന ഈ കെട്ടിപ്പൊക്കുകളും ഈ പറയുന്ന കോലാഹലങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് അടിസ്ഥാനപരമായി വിശ്വാസികളിൽ, പ്രത്യേകിച്ചും നമ്മുടെ പുതിയ തലമുറയിൽ നോമ്പുണ്ടായിരിക്കണം. നോമ്പുണ്ടെങ്കിൽ ഈ സഭയ്ക്ക് ഭാവിയുണ്ട്, നിങ്ങൾക്കും ഭാവിയുണ്ട്. അതുപോലെ തന്നെ ദാനിയേലിന്റെ പുസ്തകത്തിൽ വേറൊന്നും കൂടെ ഇവർക്ക് ഈ ധൈര്യം കിട്ടാൻ ഉള്ളൊരു കാരണം. ദാനിയേൽ ദിവസം 3 പ്രാവശ്യം യെരൂശലേമിനെ നോക്കി കുമ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കുമ്പിട്ട് പ്രാർത്ഥിക്കുവോ? ഇത് കൊള്ളിയാഴ്ചയാണോ? അല്ല, എല്ലാ ദിവസവും. കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഇന്ന് കൈപോക്കിക്കേ. കുറവല്ലേ? കുഴപ്പമില്ല. ഈ ക്യാമ്പിന് വരുന്ന നമ്മൾ അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ മോശക്കാരൊന്നും അല്ല കേട്ടോ. പ്രാർത്ഥിക്കുന്നവരൊക്കെ കൈപോക്കിക്കേ. ആ, എല്ലാവരും ഉണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ നമ്മളൊക്കെ പിടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ്. അപ്പം ഇനി പ്രാർത്ഥിക്കുമ്പോൾ കുമ്പിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. കുമ്പിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ഈ ക്യാമ്പിന് പോയിട്ട് വന്നെന്ന് വീട്ടുകാർക്കൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുമ്പിട്ട് പ്രാർത്ഥിക്കണം. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഞങ്ങൾക്ക് നോയമ്പാണെന്ന് വീട്ടിൽ പറഞ്ഞ് പഠിപ്പിക്കണം കേട്ടോ. ആര് പറഞ്ഞെന്ന് പറയും? ഏത് തിരുമേനി പറഞ്ഞെന്ന് പറയും? സേവ്യർ തിരുമേനി പറഞ്ഞെന്ന് തന്നെ പറഞ്ഞു. ഒരു കുഴപ്പമില്ല കേട്ടോ. നോയമ്പുണ്ടാവണം, കുമ്പിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ സഭയെ ശക്തിപ്പെടുത്തുന്നത്. നോമ്പും പ്രാർത്ഥനയും സഭയ്ക്ക് ഐശ്വര്യം നൽകുന്നു എന്ന് നോമ്പിലൊരു പ്രാർത്ഥന തന്നെയുണ്ട്. അപ്പൊ ഈ മോൻ പറഞ്ഞതുപോലെ ദൈവത്തിലേക്ക് അടുക്കാൻ, ദൈവത്തെ കൂടുതൽ പരിചയപ്പെടാനായി നമ്മളെ സഹായിക്കുന്ന ഉപാധിയാണ് നോയമ്പ്, ഉപവാസവും കുമ്പിട്ടുള്ള നമസ്കാരങ്ങളും എല്ലാം തന്നെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചത്, നമ്മളൊരു യന്ത്രമനുഷ്യനായി മാറാൻ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ഈ ഒരു കാലത്ത് ഒരു ജൈവ മനുഷ്യനായി, കരുണയും ആർദ്രതയും മനസ്സിലും ഒക്കെയുള്ള ഒരു മനുഷ്യനായി, ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് സൗന്ദര്യവും സൗരഭ്യവും പകരുന്ന മനുഷ്യരായി, നന്മയുള്ള കുഞ്ഞുങ്ങളായി ഈ ഭൂമിയിൽ ജീവിക്കാൻ ആത്യന്തികമായി നമ്മളെ സഹായിക്കുന്നത് നമ്മളുടെ വേദവിചാരങ്ങൾ അല്ലെങ്കിൽ വേദപുസ്തക വായനകളാണ്. ആ വേദപുസ്തക വായനകളും ധ്യാനങ്ങളും നമ്മളെ എത്തിക്കുന്നത് ക്രിസ്തുവിലാണ്. ആ ക്രിസ്തു പരിചയമാണ് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും ധൈര്യപൂർവ്വം നേരിടാനായി നമ്മളെ സഹായിക്കുന്നത്. ഇനി എങ്ങനെയാണ് വേദപുസ്തകം പഠിക്കേണ്ടതെന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ പ്രഭാഷണം അവസാനിക്കുകയാണ്. ഇനി 20 മിനിറ്റും കൂടെ ഉള്ളൂ. എങ്ങനെയാണ് വേദപുസ്തകം പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ തീരുവാണ്. അതിന് നമ്മളെ സഹായിക്കുന്നത് 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെയിന്റ് ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്ന ഒരു പിതാവാണ്. സ്വർണ്ണനാവുകാരനായ മാർ ഈവാനിയൂസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സ്വർണ്ണനാവുകാരനായ മാർ ഈവാനിയൂസ് അദ്ദേഹം നല്ല ശമരിയാക്കാരൻ്റെ ഉപമയെക്കുറിച്ചൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. നമ്മൾ സാധാരണ പഠിക്കുന്നതിനേക്കാൾ കുറെ കൂടി വ്യത്യസ്തമായിട്ടാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. വേദപുസ്തകം പഠിക്കേണ്ടത് സഭ പഠിപ്പിക്കുന്ന വെളിച്ചത്തിലായിരിക്കണമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണവും ഇത് തന്നെയാണ്. തന്നെ വായിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ സഭ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിപ്പിച്ചാൽ, എത്യോപ്യക്കാരൻ ഷണ്ണനെ ആരാ വേദപുസ്തകം പഠിപ്പിച്ചേ? അവനാ തേരയിലിരുന്ന് വേദപുസ്തകം വായിച്ചിട്ടെങ്കിൽ അവന് മനസ്സിലാവുന്നില്ല. കുറേയൊക്കെ മനസ്സിലായി, പക്ഷെ ശരിക്കും മനസ്സിലായില്ല. പിന്നെ ആരാ രഥത്തെ കൂടെ പോയി പഠിപ്പിച്ചേ? പീലിപ്പോസ്. കറക്റ്റാണ്. നമ്മുടെ പിള്ളേരെല്ലാം വേദപുസ്തകം വായിക്കുന്നുണ്ട്. പീലിപ്പോസാണ്. അപ്പൊ ഈ പീലിപ്പോസ് സഭയുടെ പ്രതീകമായിട്ടാണ് നിൽക്കുന്നത് അവിടെ. സഭ എങ്ങനെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്? ഇപ്പം നല്ല ശമരിയാക്കാരൻ്റെ ഉപമ വായിക്കുമ്പോൾ നമുക്ക് ആദ്യം വേണമെങ്കിൽ ഈ സഭ പഠിപ്പിക്കുന്ന രീതിയിലല്ലാതെ ഇപ്പോഴത്തെ രീതിയിലൊന്ന് വ്യാഖ്യാനിക്കാം. ശമരിയാക്കാരൻ്റെ ഉപമ എന്ന് പറഞ്ഞാൽ, ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക്, യെരൂശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുന്നു. കൊള്ളക്കാരവനെ ആക്രമിക്കുന്നു, അവൻ്റെ വസ്ത്രം മുഴുവൻ കീറിക്കളയുന്നു, അവനെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നു. അതുവഴി ഒരു ലേവ്യൻ പോയി, പിന്നെ പുരോഹിതൻ പോയി, ആരും അവനെ നോക്കിയില്ല. അത് കഴിഞ്ഞിട്ട് ശമരിയാക്കാരൻ വരുന്നു, അവൻ്റെ മുറിവ് വെച്ച് കെട്ടി
അവനെ ഒരു സത്രത്തിലാക്കി. നമ്മളൊരു കഥ തുടങ്ങിയത് സത്രക്കാരൻ്റെ കഥ പറഞ്ഞിട്ടാണ്, അവസാനിക്കുന്നതും സത്രത്തിൻ്റെ കഥ പറഞ്ഞിട്ടാണ്. അവനെ സത്രത്തിലാക്കി. എന്നിട്ട് അവരോട് എന്താ പറഞ്ഞ? സത്രക്കാരനോട്, ഞാൻ ഇനി വരുന്നത് വരെ ഇവനെ ഇവിടെ നോയിക്കോണമെന്ന് പറഞ്ഞിട്ട് എത്ര പൈസ കൊടുത്തു? 2 പണം കൊടുത്തു, അല്ലേ? ഇതാണ് കഥ. സാധാരണഗതിയിൽ നമുക്കിതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ പറ്റുക? നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്, ഈ കഥയിൽ മനുഷ്യരുടെ വ്യത്യസ്തങ്ങളായ മാനസികാവസ്ഥകളുണ്ട് എന്ന് വേണേൽ പറയാം. അതായത് ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുന്നു. അവനെ ആദ്യം സമീപിക്കുന്ന ആരാ? കൊള്ളക്കാരാ. അവരുടെ മാനസികാവസ്ഥ എന്താണ്? നിന്റേതെല്ലാം എന്റേത്. മനസ്സിലായോ? ഏത് കൊള്ളക്കാരൻ്റെ മാനസികാവസ്ഥ എന്തുവാ? ഒരുത്തനെ കാണുമ്പോൾ നിന്റേതെല്ലാം എന്റേത്. അത് കഴിഞ്ഞ് രണ്ടാമത് അതുവഴി മനുഷ്യന്റെ അടുത്തൂടെ പോയത് ആരാ? ലേവ്യരും പുരോഹിതനുമാണ്. 2 കൂട്ടരെ ഒന്നിച്ചെടുക്കാം, കാരണം ഒരുപോലല്ലേ, ഒന്നും ചെയ്തില്ലല്ലോ. ആ 2 കൂട്ടരുടെയും മാനസികാവസ്ഥ എന്താണ്? എന്റേതെല്ലാം എന്റേതും നിന്റേതെല്ലാം നിന്റേതും. എൻ്റെ സമയവും എൻ്റെ പൈസയും എൻ്റേതും, നിന്റെ വീഴ്ചയും നിന്റെ മുറിവുമെല്ലാം നിന്റേതും, അല്ലേ? ഇനി മൂന്നാമത് വന്ന ശമരിയക്കാരൻ്റെ മാനസികാവസ്ഥ എന്താ? എൻ്റെ എല്ലാം നിനക്കൊരാവശ്യം വരുമ്പോൾ എൻ്റെ എല്ലാം നിന്റേത്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ വേദപുസ്തകത്തെ അങ്ങ് വ്യാഖ്യാനിക്കാം. ഇങ്ങനെ അല്ലാതൊരു വ്യാഖ്യാനം ഉണ്ടെന്നാണ് ഈ പിതാവ് 5-ാം നൂറ്റാണ്ടിൽ 1500 വർഷം മുമ്പ് പഠിപ്പിക്കുന്നത്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് അറിയാമോ? യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആദാമാണ്. ടോട്ടൽ ഹ്യൂമാനിറ്റിയുടെ റെപ്രസെന്റേറ്റീവാണ്. സകല മാനവരാശിയുടെയും പ്രതീകമായ ആദ്യ മനുഷ്യനായ ആദാം. അവൻ യാത്ര ആരംഭിക്കുന്നത് സ്വർഗീയ യെരുശലേമായ ഏദൻ തോട്ടത്തിൽ നിന്നാണ്. ഏദൻ തോട്ടത്തിൽ യാത്ര ആരംഭിക്കുന്ന രക്ഷാകരമായ ജീവിതം ആരംഭിക്കുന്ന ആദാം തൻ്റെ ആഗ്രഹങ്ങളാകുന്ന യെരിഹോവിലേക്ക് ഒന്ന് താഴ്ന്നു. യെരുശലേം ഉയർന്ന സ്ഥലവും യെരിഹോ ജോഗ്രഫിക്കലി താഴ്ന്ന സ്ഥലവും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാനും പോയിട്ടില്ല, തിരുമേനിക്കറിയാതെ. കറക്റ്റാ. അപ്പോൾ ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴ്ന്ന സ്ഥലത്തേക്ക് അവന്റെ വിചാരം ഒന്ന് മാറി. തോട്ട്സ് ആർ ദ തീവ്സ് എന്നാ പറയുക. ചിന്തകളാണ് കൊള്ളക്കാർ. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ 1 മണിക്കൂറായിട്ട്, അല്ലേ? 1 മണിക്കൂറായിട്ട് നിങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ ഇരിപ്പില്ല. നിങ്ങളിൽ ചിലർ ഇരിപ്പില്ല. കൊല്ലത്തിന് പോയിട്ട് വന്നവന്മാർ ഇതിനകത്ത് ഇരിപ്പില്ലേ? തിരുവനന്തപുരത്തിന് പോയി, മലപ്പുറത്തിന് പോയി, ഇല്ലേ? കോഴിക്കോടിന് പോയവരൊക്കെ ഇതിനിടയ്ക്ക് ഇരിപ്പില്ലേ? ഇടയ്ക്ക് വീട് വരെ ഒന്നും പോയില്ലായിരുന്നോ? ക്ലാസ് വരെയൊക്കെ ഒന്നും പോയില്ലായിരുന്നോ? മനസ്സുകൊണ്ട് ഇല്ല. ആ വണ്ടി വന്നപ്പോൾ ഫുഡിന്റെ പുറകിലൊന്നും പോയില്ലായിരുന്നോ? പോയി. നമ്മൾ പക്ഷെ ഇവിടെ ഇരിപ്പുണ്ട് താനും. തോട്ട്സ് ആർ ദ തീവ്സ്. ചിന്തകളാണ് കൊള്ളക്കാര്. ഈ ചിന്ത പിടിച്ചു നിർത്താനുള്ളൊരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ? ശ്രദ്ധിച്ചു കേട്ടോണം, ഒറ്റ പ്രാവശ്യം പറയത്തുള്ളൂ. കൈയും കാലും കണ്ണും കാതും കൊണ്ട് പിടിച്ചു നിർത്തണം. കണ്ണും കാതും മനസ്സുകൊണ്ട് പിടിച്ചു നിർത്തണം. മനസ്സ് ഈശ്വര വിചാരം കൊണ്ട് പിടിച്ചു നിർത്തണം. കിട്ടിയോ? 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 ഇല്ലയോ? ഇല്ല. അതാണ്. ഇതിനാണ് ഈ ബുദ്ധന്മാർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബോധത്തിൽ ഓരോ അടി തരും. അതായത് ഉദാഹരണത്തിന് കോനെന്ന അതിൻ്റെ പേര്. ഞാൻ ഈ പേരൊക്കെ പറയും, നിങ്ങൾ വലുതാകുമ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ വായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ മുഖത്താണോ ബാക്കിയുള്ളവരുടെ പുറത്താണോ കൂടുതൽ സമയം ഇരിക്കുന്നത്? നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ മുഖത്തിരിക്കാൻ പഠിക്കലാണ് യഥാർത്ഥത്തിൽ മനസ്സുറപ്പെന്ന് പറയുന്നത്. മനസ്സിലായോ? അത് കിട്ടണമെങ്കിൽ കൈയും കാലും കണ്ണും കാതും കൊണ്ട് നിയന്ത്രിക്കണം. മനസ്സിലായോ? കണ്ണ് പോകുന്നിടത്തോട്ടാണ് കാല് പോവുള്ളൂ. ആവശ്യമില്ലാത്തത് കേൾക്കുന്നിടത്തോട്ടാണ് നമ്മൾ കൈയും കാലും കൊണ്ട് പോകുന്നത്. മനസ്സിലായോ? അപ്പൊ കണ്ണും കാതും നിയന്ത്രിച്ചാൽ കൈയും കാലും നിയന്ത്രിക്കാം. അപ്പൊ ഈ കണ്ണും കാതും നിയന്ത്രിക്കാൻ പറ്റുമോ? അത് വലിയ പാടല്ലേ? വലിയ പാടാണ്. കണ്ണും കാതും നിയന്ത്രിക്കണമെങ്കിൽ മനസ്സുകൊണ്ടേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ചിന്തയെ പിടിച്ചു നിർത്തുന്നതിലൂടെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ആ ചിന്തയെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ ചിന്ത എവിടെയെങ്കിലും കെട്ടിയിടണമല്ലോ. എവിടെ കെട്ടിയിടുക? ഈശ്വര വിചാരം, ദൈവ വിചാരത്തിൽ കെട്ടിയിടണം.
അതിനാണ് ജീസസ് പ്രേയർ പോലെയുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മളെ പരിശീലിപ്പിക്കുന്നത്. നമ്മുടെ പാരമ്പര്യത്തിൽ കുറിയേലായിസോൻ എന്നുള്ള പ്രാർത്ഥനയൊക്കെ കേട്ടിട്ടില്ലേ? ആവർത്തിച്ച് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അപ്പം മറ്റു പല വിചാരങ്ങളിൽ നിന്ന് നമ്മളെ ഇങ്ങനെ രക്ഷിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വലിയ തടാകം, ഒരു ലേക്കിൻ്റെ അവിടെ പോയി നിൽക്കുക, പെട്ടെന്നൊരു മഴ പെയ്യുന്നു. മഴ പെയ്തപ്പോൾ നിങ്ങൾ ആ തടാകത്തിൽ നോക്കുമ്പോൾ ഓരോ തുള്ളി വെള്ളം വീഴുന്നിടത്തും ഓരോ ഫ്രീക്വൻസി ലെവൽ കാണത്തില്ലേ? ഇങ്ങനെ വട്ടത്തി കറങ്ങത്തില്ലേ? നിങ്ങളൊരു വലിയ കല്ലെടുത്ത് ആ കുളത്തിൻ്റെ നടുക്കോട്ടെറിയുക, ഒരു വലിയ തരംഗ ദൈർഘ്യം അവിടെ ഉണ്ടാവും, ഫ്രീക്വൻസി ഉണ്ടാവും അല്ലേ? ഇല്ലേ? ആ കല്ലവിടെ ചെന്ന് വീഴുമ്പോൾ വലിയൊരു ഓളം വെട്ടത്തില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഹൃദയം ഒരു തടാകം പോലെ പലതരം വിചാരങ്ങൾ കൊണ്ട് പലതരം ഫ്രീക്വൻസികളിൽ കലങ്ങിക്കിടക്കുമ്പോൾ ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന കുറിയേലായിസോൻ പോലെയുള്ള പ്രാർത്ഥനകൾ ആവർത്തിച്ച് ഒരു വലിയ കല്ല് പോലെ അങ്ങോട്ട് ഇടുമ്പോൾ നിങ്ങൾ വേറൊരു ഫ്രീക്വൻസി ലെവലിലേക്ക് പതിയെ ഉണരുകയാണ്. അതാണ് ഈ ജീസസ് പ്രേയറിൻ്റെ ഒക്കെ അർത്ഥം. നിങ്ങൾക്ക് ടെൻഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. ടെൻഷൻ ഉണ്ടോ? എന്തുവാ ടെൻഷൻ? എന്തുവാ ആണോ? ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണെന്നറിയോ? അത് ഈ ടെൻസുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യം അറിഞ്ഞാൽ മതി. മുറിയിലൊരു പാറ്റ ഉണ്ടെങ്കിൽ ആ പാറ്റയെ തല്ലിക്കൊന്നാൽ നിങ്ങളുടെ പ്രശ്നം തീരത്തില്ലേ? പാറ്റ ഉള്ളിടത്തോളം കാലമാണല്ലോ നമ്മുടെ പേടി നിൽക്കുന്നത്, ടെൻഷൻ നിൽക്കുന്നത്. പാറ്റയെ കൊന്നു കഴിഞ്ഞാൽ പ്രശ്നം തീരുന്നു. അപ്പോൾ ജീവിതത്തിൽ എന്തിനോട് പേടിയുണ്ടെങ്കിലും ആ പേടിയുള്ള സംഗതി അവസാനിപ്പിച്ചാൽ മതി. ടെൻഷൻ പേടിയാണെങ്കിൽ ടെൻഷൻ എന്നറിഞ്ഞാൽ മതി. ടെൻഷൻ ടെൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. ഗുരു നിത്യ ചൈതന്യം എതിയെന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല, കേൾക്കണം. അപ്പൊ ഗുരു നിത്യ പറഞ്ഞതാണ് ടെൻഷൻ എന്തുവാണ്, ടെൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടെൻസ് എത്ര എണ്ണം ഉണ്ട്? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. അപ്പം നിങ്ങൾ ഈ വെള്ളിയാഴ്ച ഇവിടുന്ന് സ്കൂളിൽ നിന്ന് പോന്നപ്പോൾ നിങ്ങൾക്ക് ടീച്ചർ ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്നങ്ങ് വിചാരിച്ചടാ, ക്ഷമിക്കടാ എന്നോട്. അങ്ങനെ അങ്ങ് വിചാരിക്കേ. അപ്പോൾ ടീച്ചർ ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതേത് ടെൻസാ? പാസ്റ്റാണ്. നമ്മൾ ക്യാമ്പിന് പോകുന്നു, വർത്തമാനമൊക്കെ പറഞ്ഞ് ഇവിടെ കളിച്ച് ചിരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ പോയി. വീട്ടിലൊക്കെ ചെന്നിപ്പോൾ ഇത് ഏത് ടെൻസാ? ഇപ്പം പ്രസന്റ്. ഇത് കഴിഞ്ഞ് നമ്മൾ ബുധനാഴ്ച ബുധനാഴ്ചയല്ലേ ഇനി ക്ലാസ് തുടങ്ങുന്നത്? വ്യാഴാഴ്ച. അപ്പോൾ വ്യാഴാഴ്ച രാവിലെ നമ്മൾ അങ്ങോട്ട് പോവാണ് ക്ലാസ്. വ്യാഴാഴ്ച രാവിലെ ആയി കേട്ടോ, അന്നേരത്തെ പ്രസന്റാന്ന് ചോദിക്കാം. വ്യാഴാഴ്ച ക്ലാസ്സിലോട്ട് പോകാൻ ബസ്സിലോട്ട് കയറിയപ്പോഴാണ് ഓർക്കുന്നേ, വെള്ളിയാഴ്ച ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വ്യാഴാഴ്ച രാവിലത്തെ പ്രസന്റ് ടെൻസിലോട്ട് ഏത് ടെൻസ് കയറി വന്നു? പാസ്റ്റ് ടെൻസ് കയറി വന്നു. പാസ്റ്റ് ടെൻസ് മാത്രമല്ല അപ്പോൾ കയറി വരുന്നത്, ഇത് ചെയ്യാതെ സ്കൂളിലോട്ട് ചെന്നാൽ അപ്പോൾ ഫ്യൂച്ചർ ടെൻസും കൂടെ എങ്ങോട്ട് കയറി വന്നു? പ്രസന്റ് ടെൻസ് വന്നു. ഒരു ടെൻസ് നിൽക്കുന്നിടത്ത് 3 ടെൻസ് വന്നാൽ ടെൻസ്ഡ് ആവത്തില്ലേ? അതാ ടെൻഷൻ. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങളിപ്പോൾ ഒരു 5 പേര് ഇവിടെ മര്യാദ ഇരിക്കേണ്ടിടത്ത് ഒരു 10 പേരെ കുത്തിയിരുത്തിയാൽ നിങ്ങൾക്ക് ആകെ പ്രശ്നമായില്ലേ? ടെൻസ്ഡ് ആയില്ലേ എന്ന് പറഞ്ഞ പോലെയേ ഉള്ളൂ. പ്രസന്റ് ഈസ് ദ പ്രസന്റ് ഓഫ് ഗോഡ്. ഈ നിമിഷം ജീവിക്കാൻ നമുക്ക് പറ്റുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സ് നമ്മളെ കൊള്ളയടിക്കാത്തത്, ചിന്തകൾ നമ്മളെ കൊള്ളയടിക്കാത്തത്. തോട്ട്സ് ആർ ദ തീവ്സ്. ഇപ്പം ഇവിടെ പ്രസംഗം നടക്കുമ്പോൾ പ്രസംഗം മാത്രം കേൾക്കണം. വേദപുസ്തകം വായിക്കുമ്പോൾ വേദപുസ്തകം മാത്രം വായിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യണം. പഠിക്കുമ്പോൾ പഠിക്കുക മാത്രം ചെയ്യണം. കളിക്കുമ്പോൾ കളിക്കുക മാത്രം ചെയ്യണം. ആ ശ്രദ്ധയാണ് നിങ്ങളുടെ റിസൾട്ടിനെ സാധാരണയുള്ളതിൽ നിന്ന് കുറേ കൂടി ഉയരത്തിലും ആഴത്തിലും എത്തിക്കുന്നത്. നമ്മൾ ഈ ഒരേ സമയം പല കാര്യം ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ റിസൾട്ട് മോശമായി പോകുന്നത്. എല്ലാ കാര്യത്തിലും, പരീക്ഷയുടെ മാത്രമല്ല ജീവിതത്തിൻ്റെ റിസൾട്ട് മോശമായി പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കണം ചെയ്യുന്ന ഓരോ കാര്യം. ഇപ്പം നമ്മളൊരു കൂട്ടുകാരനോട് സംസാരിക്കുമ്പോൾ, കൂട്ടുകാരിയോട് സംസാരിക്കുമ്പോൾ അവനോട് അവളോട് മാത്രം സംസാരിക്കണം. അവൾ പറയുന്നത് മുഴുവൻ ശ്രദ്ധിക്കാൻ, അവൻ പറയുന്നത് മുഴുവൻ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റണം. അപ്പോഴാണ് നമ്മുടെ ബന്ധങ്ങൾ കുറെ കൂടി ആഴമുള്ളതാവുന്നത്. ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ആൾക്കാർ 19 വയസ്സ് വരെ ജീവിച്ചു കഴിയുമ്പോഴും വല്യപ്പച്ചൻ വല്യമ്മച്ചിയോട് പറയും, നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയും. മനസ്സിലായില്ലേ? മനസ്സിലാവാത്തതിൻ്റെ കാര്യം എന്നാ?
നമ്മുടെ ബന്ധങ്ങൾ ആഴപ്പെടാത്തതിൻ്റെ കാരണം ഈ ശ്രദ്ധയില്ലായ്മ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ തോട്ട്സ് ആർ ദ തീവ്സ് എന്ന് പറഞ്ഞാൽ ചിന്തകളാണ് കൊള്ളക്കാർ. നമ്മൾ സെന്റ് ജോൺ ക്രിസോസ്റ്റത്തിന്റെ നല്ല ശമരിയാക്കാരൻ്റെ ഉപമയിലെ കൊള്ളക്കാരാരാണെന്നാണ് പറയുന്നത്. ഉയർന്ന സ്ഥലത്തിരുന്ന ആദമിനെ താഴ്ന്ന സ്ഥലത്തേക്ക് വലിച്ചിട്ടു, അവന്റെ വസ്ത്രം വലിച്ചു കീറി. ഏത് വസ്ത്രം അവനുണ്ടായിരുന്നേ? ദ ഗാർമെന്റ് ഓഫ് ഗ്ലോറി, തേജസിന്റെ വസ്ത്രം. ആ തേജസിന്റെ വസ്ത്രമാണ് നിങ്ങൾക്ക് മാമോദീസയിൽ തിരിച്ചു കിട്ടുന്നത്. മാമോദീസ കൂദാശയിൽ ഗാർമെന്റ് ഓഫ് ഗ്ലോറി, അനശ്വരമായ തേജസിന്റെ വസ്ത്രമാണ് നമ്മളെ അണിയിക്കുന്നത്. പുട്ട് ഓൺ ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ വീണ്ടും ധരിപ്പിക്കുക എന്ന് പറയുന്നത് അതിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ആ വെള്ള വസ്ത്രമൊക്കെ അണിഞ്ഞ് മാമോദീസ കഴിഞ്ഞ് പിള്ളേരെയൊക്കെ എടുത്ത് നിർത്തിയിരിക്കുന്നത്. ഇത് ജീവിതത്തിന്റെ അവസാനം വരെ ഈ വെള്ളവസ്ത്രം ഇടുന്നുണ്ട്. ഈ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് മാമോദീസ കഴിഞ്ഞ് പിന്നെ കല്യാണത്തിന് ഇപ്പം കറുത്ത സ്യൂട്ടൊക്കെ ഇടുന്നില്ല. ദുരന്തം ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല. പണ്ട് നമ്മുടെ അപ്പച്ചന്മാരൊക്കെ വെള്ളയൊക്കെ ഇട്ടുകൊണ്ടാണ് പോന്നുകൊണ്ടിരുന്നത്. പണ്ട് ഈ ടിൻറ്റുമോൻ്റെ കഥയില്ലേ, ആ ടിൻറ്റുമോൻ പണ്ട് കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 5 മിനിറ്റ് കൂടെ ഉണ്ടല്ലോ അല്ലേ അച്ഛാ? ടിൻറ്റുമോൻ പണ്ട് കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ടിൻറ്റുമോൻ നമ്മുടെ ഒരു കല്യാണത്തിന് വന്ന, അപ്പോൾ ഈ അച്ഛൻ ഈ കൈ പിടിപ്പിച്ച് കൊടുക്കുമല്ലോ കല്യാണത്തിൻ്റെ സമയത്ത്. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, കൊച്ചു കള്ളന്മാരല്ലേ. കല്യാണത്തിൻ്റെ സമയത്ത് ഇങ്ങനെ കൈ പിടിപ്പിച്ച് കൊടുക്കുന്നു. ആ കൈ പിടിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് ടിൻറ്റുമോൻ ഈ കൂട്ടുകാരനോട് ചോദിച്ചു, അതെ എന്തിനാ ഇവന്മാര് കൈ പിടിച്ചു കൊടുക്കുന്നു ചോദിച്ചു. അപ്പോൾ ഈ കൂട്ടുകാരന് ഇത് വലിയ നിശ്ചയമൊന്നുമില്ലായിരുന്നു. അവൻ പറഞ്ഞത്, സാറിന് ഗുസ്തി തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ കൈ കൊടുത്തിട്ടല്ലേ തുടങ്ങുന്നത്. അവൻ പറഞ്ഞാൽ ചിലപ്പോൾ അതിനായിരിക്കും എന്ന് പറഞ്ഞു. നമ്മളെന്താ പറഞ്ഞു വന്നേ? ഗാർമെന്റ് ഓഫ് ഗ്ലോറി, തേജസിന്റെ വസ്ത്രം. ആ വസ്ത്രത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ വെള്ള വസ്ത്രം. കല്യാണത്തിന് മരിച്ചു കിടക്കുമ്പോഴേ ഈ വെള്ള പുതപ്പിച്ചിട്ടാണ് വിടുന്നത്. നിലയങ്കി, വെള്ള നിലയങ്കി എന്ന് വെളിപാട് പുസ്തകത്തിലൊക്കെ പരാമർശിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ പാട്ടുകളിലൊക്കെ നമ്മൾ പരാമർശിക്കുന്ന ഈ അങ്കിയെക്കുറിച്ച് അതിൻ്റെ ഒരു സൂചന ഞാൻ നിങ്ങളുടെ ഓർമ്മയിൽ, ഇത് ഗാർമെന്റ് ഓഫ് ഗ്ലോറി എന്നുള്ള വാക്കൊന്ന് നിൽക്കുക. തേജസിന്റെ വസ്ത്രം, അതാണ് അവിടെ കീറിക്കളയുന്നത്. അതെന്തിന്റെ പ്രതീകമാണെന്നറിയാമോ? കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്, ദൈവ സംസർഗത്തിന്റെ പ്രതീകമാണ്. ആ ദൈവ സംസർഗമാണ് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താകുന്നതിലൂടെ അവന് നഷ്ടപ്പെടുന്നത്. അതുവഴി ആദ്യം പോയത് ലേവ്യരാണ്. ലേവ്യരെന്ന് പറഞ്ഞാൽ പഴയ നിയമ പുസ്തകങ്ങളുടെ, പെന്റാറ്റുക്, ന്യായപ്രമാണ പുസ്തകങ്ങളുടെ പ്രതീകമാണ്. അത് കഴിഞ്ഞു പോയ പുരോഹിതന്മാര് പ്രോഫറ്റിക്കൽ ബുക്സിന്റെ പ്രതീകമാണ്, പ്രവാചക പുസ്തകങ്ങളുടെ പ്രതീകമാണ്. പഴയ നിയമം മുഴുവൻ കടന്നുപോയിട്ടും വീണുപോയ മനുഷ്യന് രക്ഷയുണ്ടായോ? ഇല്ല. വീണുപോയ മാനവരാശിയെ രക്ഷിക്കാൻ ഈ ഭൂമിയിലില്ലാത്ത ഒരാൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു. ഈ നാട്ടുകാരനല്ലാത്ത, യെരുശലേംകാരനല്ലാത്ത ഒരാൾ ശമരിയായിൽ നിന്ന് വന്നു എന്ന് പറയുന്നത് ആരുടെ സൂചനയാ? ക്രിസ്തുയേശുവിന്റെ സൂചനയാണ്. ക്രിസ്തുയേശു ഇവിടെ വന്ന് വീണുകിടന്ന മാനവരാശിയുടെ അടുത്ത് മുട്ടുകുത്തി അവന്റെ മുറിവ് വെച്ച് കെട്ടി അവനെ ഒരു വഴിയമ്പലത്തിൽ, ഒരു സത്രത്തിലാക്കി. ആ സത്രക്കാരനോട് പറഞ്ഞു, ഞാൻ രണ്ടാമത് വരുന്നത് വരെ ഇവനെ ഇവിടെ നോക്കിക്കോണം. പകരമായിട്ട് എത്ര പൈസ കൊടുത്തു? 2 പണം കൊടുത്തു. ആ 2 പണം എന്താണ്? വഴിയമ്പലം സഭയാണ്. മുറിവേറ്റ് കിടന്ന മനുഷ്യൻ മാനവരാശിയാണ്. അവനെ എടുത്ത് ശമരിയാക്കാരനാക്കുന്നത് രക്ഷയാണ്, വീണ്ടെടുപ്പാണ്. രക്ഷയ്ക്ക് മറുവിലയായി അവൻ പകരം കൊടുത്തത് അവന്റെ തിരുശരീരവും തിരുരക്തവും. നിങ്ങളൊരു പാട്ട് പാടാറുണ്ടല്ലോ, നിന്മേ രക്തങ്ങൾ ഞങ്ങൾക്ക് അച്ചാരം. ഈ ഉപമയുടെ അർത്ഥം മനസ്സിലായോ? ഇങ്ങനെയാണ് വേദപുസ്തകം പഠിക്കേണ്ടത്. ഇങ്ങനെയും വേദപുസ്തകം പഠിപ്പിക്കാവുന്ന സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നല്ല ശമരിയാക്കാരൻ്റെ ഉപമയുടെ അർത്ഥം വീണുകിടന്ന മാനവരാശിയുടെ രക്ഷ വിശുദ്ധ കുർബാനാനുഭവത്തിലൂടെ കർത്താവിൻ്റെ 2ാമത്തെ വരവ് വരെ നമ്മൾ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിശുദ്ധ കുർബാന സംസർഗമാണ് രക്ഷയിലേക്കുള്ള ഒരു പാത എന്നുള്ളത് നമ്മളെ ഈ ഉപമ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് വാക്കൊക്കെ അവസാനിപ്പിച്ചാലോ? സന്തോഷം. ദാണ്ട് ഇവിടെ ഇരിക്കുന്ന 4 പേര്, അവർ ഒരുത്തൻ പയ്യെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. 1, 2, 3, 4 പേര് അവൻ ധ്യാനിക്കുമായിരുന്നു, കുഴപ്പമില്ല, ഓക്കെ. അവൻ ബുദ്ധനായി വരുമായിരുന്നു. 1, 2, 3, 4 പേർക്ക് ഞാൻ രാവിലെ ഇപ്പം
രാവിലെ റൊട്ടിയാണോ അപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല. ഓരോരുത്തർക്ക് ഞാനിങ്ങനെ ഇപ്പോൾ ഒരു 4 പീസ് റൊട്ടിയും കൊണ്ടുവരാമെന്ന് വിചാരിക്കുകയാണേ. ഞാൻ അവൻ ഒരെണ്ണം കൊടുത്തു, ഇവൻ ഒരെണ്ണം കൊടുത്തു, ഇവൻ ഒരെണ്ണം കൊടുത്തു, ഇവൻ ഒരെണ്ണം കൊടുത്തു. ഈ 4 പേർക്ക് ഓരോന്ന് കൊടുത്തു. ഒന്നാമത്തവൻ അവന് കിട്ടിയത് അങ്ങ് കഴിച്ചു. വിശക്കുന്നുണ്ടായിരുന്നു, വെളുപ്പിന് എഴുന്നേറ്റല്ലേ. ഒന്നാമത്തവൻ അവന് കിട്ടിയത് കഴിച്ചു. അതിനെ നമ്മൾ എന്നാ പറയും? അവൻ്റെ നേച്ചറല്ലേ. നമ്മുടെ എല്ലാ നേച്ചർ അതാണ്. നമ്മുടെ മുമ്പിൽ ഭക്ഷണം കിട്ടിയാൽ നമ്മൾ ആദ്യം കഴിക്കും. സമയത്ത് വിശക്കുന്ന സമയമാണ് നമ്മളെല്ലാം കഴിക്കും. അത് നമ്മുടെ പ്രകൃതമാണ്, നേച്ചറാണ്. രണ്ടാമത്തവൻ മൂന്നാമത്തവൻ്റെ തട്ടിപ്പറിച്ചു. അവനെ നമ്മൾ എന്നാ വിളിക്കും? വികൃതി. ഒന്നാമത്തെ പ്രകൃതി, രണ്ടാമത്തെ വികൃതി. അപ്പം നാലാമത്തവൻ നോക്കിയപ്പോൾ മൂന്നാമത്തവൻ്റെ കയ്യിൽ ഇല്ലല്ലോ, രണ്ടാമത്തവൻ കൊണ്ടുപോയല്ലോ. അപ്പം നാലാമത്തവൻ എന്നാ ചെയ്തു? അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ റൊട്ടി പകുതി മുറിച്ച് മൂന്നാമത്തവന് കൊടുത്തു. അവനെ നമ്മൾ എന്നാ വിളിക്കും? സുഹൃതം. ഒന്നാമത്തെ പ്രകൃതം, രണ്ടാമത്തെ വികൃതം, മൂന്നാമത്തെ നിങ്ങളുടെ ആ ബോർഡിൽ എന്തോ എഴുതിയിരിക്കുന്ന ആരാധനാ പഠനം, സുഹൃത ജീവിതം. ആ സാധനം ഇത്. ഇല്ലാത്തവന് കൊടുക്കാൻ പഠിക്കണം, ഇല്ലാത്തവന് കൊടുക്കാൻ പഠിക്കണം. അതാണ് രക്ഷയിലേക്കുള്ള പാത. രക്ഷയിലേക്കുള്ള പാത അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ചത്. കരുണ എന്ന വാക്കുകൊണ്ട് മനസ്സിലായോ? കരുണയുണ്ടെങ്കിൽ മാത്രമേ സുഹൃത ജീവിതം നയിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ വേദപുസ്തകം പഠിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. വേദപുസ്തകം പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നും പഠിച്ചു. ഇനി ഇതിൽ കൂടുതൽ ഇപ്പം നമുക്ക് ഈ 1 മണിക്കൂർ കൊണ്ട് പഠിക്കാനൊന്നും ഇല്ല. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല ശ്രദ്ധയ്ക്ക് പ്രത്യേകം നന്ദി. ഒരു കാര്യം കൂടെ പറയാം. നോമ്പ് നോക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കാൻ പറ്റുന്നവർ ഉപവസിക്കണം, കുമ്പിട്ട് നമസ്കരിക്കണം. അങ്ങനെയാണ് ഈ സഭ മേൽക്കുമേൽ ഐശ്വര്യം പ്രാപിക്കുന്നത്. നിങ്ങളിലാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ.